ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ സ്നേഹക്കൂട്ടില് ഇപ്പോ പല്ലവിയെ ഒരു ശക്തിക്കും തകർക്കാൻ പറ്റത്തില്ല. പല്ലവി, നീ എന്റെ ഒപ്പമാണ് നിൽക്കേണ്ടത്, നിന്നെ ഞാൻ ചേർത്ത് പിടിക്കുമെന്ന് ഒരുപാട് ധൈര്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സേതു. എന്നാൽ ഇതിനിടയിൽ വലിയൊരു പണിയാണ് പല്ലവിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് പല്ലവിയും സേതു മനസ്സിലാക്കുന്നില്ല. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വളരെ വലിയൊരു പ്രശ്നം തന്നെയാണ് പല്ലവിയെ തേടി എത്തിയിരിക്കുന്നത്. എന്നാൽ പല്ലവിക്ക് സേതു ഒരു ധൈര്യം കൊടുത്തു. പല്ലവി, നീ പേടിക്കേണ്ട, നിനക്കൊപ്പം എപ്പോഴും ഞാൻ കാണും, നീ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് പല്ലവിയോട് സേതു പറഞ്ഞു. ഈ ഒരു കേസിൽ നമ്മൾ വിജയിക്കും, നമ്മുടെ എപ്പോഴും ഉള്ള ആഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ട് പോകുകയാണെന്ന് സേതു പറഞ്ഞ് പല്ലവിയെ സമാധാനിപ്പിച്ചു, പല്ലവിയെ ചേർത്ത് പിടിച്ചു. പക്ഷെ ഇതിന് പിന്നാലെ പല്ലവിക്ക് അനുഭവിക്കേണ്ടി വരുന്നത് വലിയൊരു ദുരിതമാണെന്ന് പല്ലവി ഓർത്തില്ല. തിരികെ കോളേജിൽ പോയ സമയത്ത് അവിടെ ടീച്ചർക്കോ എല്ലാവർക്കും ഒപ്പം സന്തോഷത്തോടു കൂടി നിൽക്കുന്ന സമയത്തായിരുന്നു ഒരാൾ പല്ലവിയെ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പല്ലവി പുറത്തേക്ക് വന്നത്. അത് പലിശക്കാരനായിരുന്നു. പലിശക്കാരൻ സേതുവിന് പല്ലവി തന്റെ ആ ഒരു സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ടാണ് പൈസ എടുത്തു കൊടുത്തത്. അയാളാണ് പല്ലവിയെ തേടി ആ കോളേജിലോട്ട് എത്തിയത്. കോളേജിൽ എത്തിയതിനു ശേഷം പല്ലവിയോട് പൈസയുടെ കാര്യത്തെ പറ്റി ചോദിക്കുകയും എനിക്ക് ഇന്ന് എന്റെ എനിക്ക് പലിശ കിട്ടിയേ മതിയാകൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരിക്കലും പോകത്തില്ല എന്ന് പല്ലവിയോട് അയാൾ ദേഷ്യത്തോടു കൂടി സംസാരിച്ചു. എന്നിട്ട് ഒരു കോളേജാണെന്ന് പോലും നോക്കാതെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു, ഒരുപാട് ദേഷ്യത്തോടു കൂടി സംസാരിച്ചു. ഇതൊക്കെ കണ്ടപാടെ തന്നെ പല്ലവിക്ക് ഭയങ്കര സങ്കടം തോന്നി. അവസാനം അയാൾ പറയുവാണ്, നിങ്ങൾ പലിശയ്ക്കാണെങ്കിലും നിങ്ങളുടെ കഴുത്തിലുള്ള മാലയും കയ്യിൽ വളയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉരുത്താ, അതെല്ലാം ഞാൻ കൊടുത്ത് പൈസ ആക്കിക്കോളാം എന്ന് അയാൾ പറയുകയും അങ്ങനെ ആ സാധനങ്ങൾ, കഴുത്തിൽ കിടക്കുന്ന മാലയും കയ്യിൽ കിടക്കുന്ന വളയും എല്ലാം ഈ ഒരു പലിശക്കാരന് പല്ലവി ഊരിക്കൊടുത്ത പാടെ തന്നെ ദേഷ്യത്തോടു കൂടിയാണ് പല്ലവി സങ്കടത്തോടു കൂടി പൊട്ടിക്കരയുന്നത് കണ്ടിട്ടും അയാൾക്ക് യാതൊരു കൂസലും ഇല്ലായിരുന്നു. അയാൾ ദേഷ്യത്തോടു കൂടി പല്ലവിയോട് പറയുകയും ഇനി പൈസ മുടങ്ങി കഴിഞ്ഞാൽ ഇതിനപ്പുറമായിരിക്കും ഞാൻ നാണം കെടുത്താൻ പോകുന്നതെന്ന് അയാൾ ഭയങ്കര ദേഷ്യത്തോടു കൂടി പറഞ്ഞു. അങ്ങനെ സങ്കടത്തോടു കൂടി പല്ലവി അകത്തേക്ക് പോയി. എല്ലാവരുടെയും മുന്നിൽ എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകളല്ല, എന്ത് പറ്റി അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് ഓരോരുത്തർ ചോദിക്കുമ്പോഴുള്ള ഒരു വേദന ഉണ്ടായിരുന്നല്ലോ, അതാണ് പല്ലവിക്ക് താങ്ങാൻ പറ്റാതിരുന്നത്. അങ്ങനെ അവസാനം പല്ലവി സങ്കടത്തോടു കൂടി അകത്തേക്ക് കയറിപ്പോയി. പക്ഷെ ഇതൊന്നും സേതു അറിഞ്ഞിട്ടില്ല. എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ അവിടെ നടക്കുമ്പോഴും വിശ്വയ്ക്കൊപ്പം തന്റെ രജിസ്റ്റർ മാരേജ് നടത്താനായിട്ട് പാറു തീരുമാനിച്ചു. അങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ പാറുവും വിശ്വയും കൂടി തമ്മിൽ വന്നു. അവർ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ്. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങളെ രജിസ്റ്റർ മാരേജ് അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചോദിക്കാതെ കല്യാണം കഴിക്കാൻ വന്നതാണോ എന്നൊക്കെയുള്ള ഓരോ കുത്തിയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ. വിശ്വയ്ക്ക് അറിയാന്നുള്ള ഒരു സുഹൃത്തായിരുന്നു. അപ്പോൾ അതെ, ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിയാൻ വേണ്ടിയിട്ട് പോവുകയാണ്, വീട്ടിൽ ആർക്കും അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോഴും അയാളെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇത്രയും വർഷം വീട്ടുകാർ പൊന്നേ തേനേന്ന് പറഞ്ഞ് വളർത്തിയെടുത്തതാണ്, അവരുടെ വാക്ക് പോലും കേൾക്കാതെയാണ് ഇപ്പോൾ ഈ ഒരു രജിസ്റ്റർ മാരേജ് നടത്താനായിട്ട് വന്നതല്ലേ, എന്തായാലും നിങ്ങൾ ഈ പേപ്പറിൽ ഒപ്പിട്ട് തന്നതിന് ശേഷം ഇവിടെ ഞങ്ങൾ ഈ ഒരു ബോർഡിനകത്ത് അത് ഒട്ടിച്ചു വെക്കും. 1 മാസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നെ നിങ്ങളുടെ വിവാഹം നടക്കാൻ പോകുക. ഈ 1 മാസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വന്ന് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ അത് കേൾക്കാനായിട്ട് വിശ്വ തയ്യാറായിരുന്നില്ല. അയ്യോ, 1 മാസം എടുക്കുമോ, അത്രയും നീണ്ടൊന്നും പോകാനായിട്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അയാളത് കേട്ടില്ല. 1 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിവാഹം നടത്താൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും ശരി, രജിസ്റ്റർ മാരേജ് കഴിഞ്ഞല്ലോ, ഇനി ആർക്കും വേർപിരിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ എന്ന് വിശ്വാസത്തോടു കൂടി വിശ്വയും പാറും കൂടി ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ അവർ തിരികെ പോകുവാണ്. പക്ഷെ അതേ ആ സമയത്ത് അവിടെ നമ്മുടെ പല്ലവിയും സേതുവും കൂടി വരുവാണ്. എന്നാൽ ഇനി എന്തൊക്കെ സംഭവിക്കാം? പല്ലവിയും സേതുവും അത്രത്തോളം പാറുവിനെ വിശ്വസിക്കുന്നുണ്ട്. ആ പാറുവാണ് അവരെ ചതിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തൊക്കെ പൊട്ടിത്തെറികൾ നടക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.